ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ, STR സ്കൂൾ ഓഫ് വിസ്ഡം. ഡെയിലി വായനയുടെ ഭാഗമായിട്ട് ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വരി ഭാഷ്യം, അതിൽ അധ്യായം 11, 51 ശ്ലോകം. അല്ലയോ കൃഷ്ണ, അങ്ങയുടെ സൗമ്യമായ ഈ മനുഷ്യരൂപം കണ്ടിട്ട് ഇപ്പോൾ ഞാൻ സ്വസ്ഥനും എൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ പ്രാപിച്ചവനും ആയിത്തീർന്നിരിക്കുന്നു. വീരനായ അർജുനൻ താൻ ആഗ്രഹിച്ച ഭഗവാന്റെ മനുഷ്യരൂപം കണ്ടപ്പോൾ സന്തുഷ്ടനായി സ്വയം പറഞ്ഞു, എനിക്ക് നഷ്ടപ്പെട്ട ധൈര്യം വീണ്ടും കിട്ടിയിരിക്കുന്നു. എൻ്റെ വിവേകം ഭയഹേതുവുമായി ബുദ്ധിയെ ഉപേക്ഷിച്ച് കാട് കയറി ഇരുന്ന എൻ്റെ മനസ്സ് അതിൻ്റെ അഹംഭാവത്തോടും നാടാകെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ഇന്ദ്രിയങ്ങൾ പ്രവർത്തനരഹിതമായി എൻ്റെ സംസാരം നിലച്ചു. ഞാൻ ഇപ്രകാരം നികൃഷ്ടമായ ഒരു നിലയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം പ്രവർത്തനക്ഷമങ്ങളായി പൂർവ്വസ്ഥിതിയിലെത്തിയിരിക്കുന്നു. ഭഗവാന്റെ അവതാരത്തിൻ്റെ ദൃശ്യം എന്നിലൊരു നവചൈതന്യം ഉദ്ദീപിച്ചിരിക്കുന്നു. അനന്തരം ഹൃദയം നിറഞ്ഞൊഴുകിയ പ്രേമ പരവശത്തോടെ അവൻ ഭഗവാനോട് പറഞ്ഞു, ദേവാദിദേവ, അങ്ങയുടെ മനുഷ്യ അവതാര രൂപത്തിലുള്ള ആകാരം എൻ്റെ നേത്രങ്ങൾക്ക് അമൃതധാരയായിരിക്കുന്നു. അമ്മയിൽ നിന്നും വഴിതെറ്റിപ്പോയ കുഞ്ഞ് വീണ്ടും അമ്മയുടെ അടുത്തെത്തി അമ്മിഞ്ഞ കുടിച്ച് ആമോദിക്കുന്നത് പോലെ അങ്ങയുടെ ഈ ദർശനം അങ്ങയുമായുള്ള പുനഃസംഗമത്തിന് വഴി തെളിക്കുന്നതിൽ ഞാൻ അത്യന്തം ആഹ്ലാദിക്കുന്നു. അങ്ങയുടെ വിശ്വരൂപമാകുന്ന ഭാരതിയുടെ കല്ലോലങ്ങളിൽപ്പെട്ട് ഓരോ അലയും എണ്ണി തള്ളി നീക്കി. നിസ്സഹനായ എൻ്റെ ജീവന് വേണ്ടി ഞാൻ പോരാടുകയായിരുന്നു. ഇപ്പോൾ അങ്ങയുടെ അവതാര രൂപമാകുന്ന തീരത്തെത്തി എൻ്റെ കാലുകൾ ഉറച്ചിരിക്കുന്നു. അല്ലയോ ദ്വാരക നിവാസിയായ ചങ്ങാതി, ഇതൊരു കേവല ദർശനമല്ല, ഒരു വൃക്ഷത്തെപ്പോലെ വാടിക്കരിഞ്ഞ് എൻ്റെ ആത്മാവിനെ ഉജ്ജീവിപ്പിക്കുന്ന പാനീയമാണിത്, അല്ലയോ ഭഗവാനെ. അങ്ങയുടെ മനുഷ്യരൂപത്തിന് വേണ്ടി ദാഹിച്ച ഞാനിതാ ഒരു പീയൂഷ ഭാരത്തിൻ്റെ കരക്കെത്തിയിരിക്കുന്നു. എൻ്റെ ഹൃദയാരാമത്തിൽ അങ്ങ് ചിത്തഹർഷത്തിൻ്റെ വല്ലരി നടുകയാണുണ്ടായത്. ഇത് പുഷ്പിച്ച് എൻ്റെ ജീവിതത്തെ ആനന്ദീയമാക്കുമെന്ന് പുനഃപ്രത്യാശ അങ്ങ് എന്നിൽ നൽകിയിരിക്കുന്നു. താങ്ക് യു.